ഇവിടെ ഫുഡൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, ഇതുപോലെ ഏത്തപ്പഴമൊക്കെ ഇട്ട് വരേണ്ടി വരും. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ കോളേജിൽ നിന്ന് ടൂർ പോകാറുണ്ട്, സ്കൂൾ ടൂർ, ഓഫീസ് ടൂർ ഒക്കെ പോകാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ ആയിട്ട് പോകുന്ന ടൂറിന്റെ ഒരു വൈബ് ഇതിലൊന്നും കിട്ടാറില്ല. വാഗമൺ തങ്ങൾപ്പാറ അടുത്തുള്ള ഒരു ഇല്ലം പോലത്തെ ഒരു റിസോർട്ടാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ വേനൽക്കാലം കാരണം ഞങ്ങൾ വലിയ ക്ലൈമറ്റ് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ വൈകിട്ടായപ്പോഴേ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ അങ്ങോട്ട് മാറി, ഒരു കിടിലൻ ക്ലൈമറ്റ് കിട്ടി. ഇനിയിപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ കിട്ടിയില്ലായിരുന്നെങ്കിലും ഞങ്ങൾ പോയ സ്ഥലം എറണാകുളത്ത് നിന്ന് വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ് വാഗമൺ. അപ്പോൾ സ്ഥലത്തിലൊന്നുള്ള കാര്യം, നമ്മൾ ചെറുപ്പം തൊട്ട് കളിച്ചു വരുന്ന കൂട്ടുകാരോടെ ആ ഒരു കംഫർട്ട് സോണിൽ പോയി വരുന്നത് ഒരു വല്ലാത്തൊരു ഫീലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ട്രിപ്പിലും ഫീലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിലെ പിള്ളേരെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാൻ ഭയങ്കര പണിയാണ്. നേരത്തേക്ക് എല്ലാവരും വലിയ പണിയൊന്നുമില്ല, എല്ലാവരും സിമ്പിളായിട്ട് നമുക്ക് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് പോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് പോകാനായിട്ട് ഭയങ്കര പാടാണ്. ആ കാണുന്നതാണ് തങ്ങൾമല. അതിന്റെ തൊട്ട് താഴെയാണ് ഈ സ്പോട്ട് കിട്ടുന്നത്. 1, 2, 3, 4, 5 നാലാമത്തേത് കിച്ചണാണ്. ഇവിടെ അടുത്തായിട്ട് ഹോട്ടൽസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അല്ലെങ്കിലും ഇതുപോലത്തെ ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീലാണ് അടിപൊളി. അങ്ങനെ വാഗമണ്ണിലെ ഒരു ഡേ നൈറ്റ് അടിച്ചുപൊളി പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. രാവിലെ തന്നെ വെയിലായി, നല്ല രീതിയിൽ ചൂടുമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്ഥിരം ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ്. ഇനി ഇവിടുത്തെ സ്പോട്ടിലേക്ക് പോകണം. അത്യാവശ്യം എല്ലാവരും വന്നിട്ടുള്ള സ്പോട്ടായ കാരണം ആയിരിക്കും അത്ര താല്പര്യമൊന്നുമില്ല. എന്നാലും എല്ലാവരും കൂടി പോകുമ്പോഴുള്ള ആ ഒരു ഫീലിന് വേണ്ടി ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് കയറി. അങ്ങനെ ഒരാവശ്യമില്ലാണ്ട് പൈൻ ഫോറസ്റ്റിലേക്ക് വന്നേക്കാണ്. നട്ടുച്ചയാണെങ്കിൽ ഉള്ളിൽ വലിയ രീതിയിൽ വെയിലും കാര്യങ്ങളൊന്നുമില്ല, നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റ് ആണ്. ചെറിയൊരു ഇറക്കവും കയറ്റവും കയറി ഇറങ്ങിയപ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്യാത്തതിൻ്റെ വിഷയം നല്ല രീതിയിൽ അറിയുന്നുണ്ട്. പൈൻ ഫോറസ്റ്റിന്റെ ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലുണ്ട്. ഇതാണ്ട് ഞങ്ങൾ ഈ വർഷത്തെ പ്ലാനർ. യെസ്, എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തേക്കുന്ന ഒരു ലോങ് വീഡിയോ ആണിത്. അപ്പോൾ അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ ഈ വീഡിയോ ആണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.